മീനാക്ഷി മാഷെ, പണ്ട് സ്കൂളിൽ ഓണപരിപാടിക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ലാത്തോണ്ട് സ്കൂളിൽ വരാതിരുന്ന എനിക്ക് മാഷാണ് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നത്. ആ മീനാക്ഷിയാണോ? അതെ മാഷെ, അതായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ ഓണക്കോടി. ഉണ്ണിയേട്ടാ മാഷെ, അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ മോഹൻലാൽ സംവാദക സദസ്സ് സംഘടിപ്പിച്ചു. അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന്റെ സംഭാവനകളെ ആസ്പദമാക്കി വിസ്മയ മഹാനടനം മോഹൻലാൽ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. സിനിമ സംവിധാനം ചെയ്ത സിനിമയെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. അദ്ദേഹം ഈ മനുഷ്യ സ്നേഹപരമായിട്ട് ചെയ്ത അതിനൊക്കെ അപ്പുറത്തേക്ക് മോഹൻലാലിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് അഭിനയസിദ്ധിയാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ കാണുന്നവരുണ്ട്, ആദ്യം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് തമിഴ് സിനിമയുടെ ഒരു രീതിശാസ്ത്രത്തെ കൂടെ അതിൻ്റെ സംഭാഷണ ശൈലി അഭിനയ ശൈലിയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാടകവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ നാടകീയമായ സംഭാഷണ ശൈലികളും അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ മുത്തയ്യ എന്ന് പറഞ്ഞ ഒരു മുത്തയ്യയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടപ്പോൾ തികച്ചും നാടകീയമായിട്ടുള്ള സംഭാഷണ രീതികളുണ്ട്. അതിനൊരു മാറ്റം കൊണ്ടുവന്നത് സത്യമാറ്റം വന്നതിന് ശേഷമാണ്, പ്രത്യേകിച്ച് നീലക്കുയിലൊക്കെ വരുമ്പോഴത്തേക്കാണ് ഒരു നാടൻ ശൈലിയിലേക്കൊക്കെ വരും. സിനിമാ സംവിധായകൻ സർജുലൻ വാതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിൽഫ്രഡ് എച്ച് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത്, അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ്, ജോർജ് സ്റ്റീഫൻ, PV സജീവൻ, ചെറിയാൻ മാഞ്ഞുരാൻ, പോൾ പഞ്ഞിക്കാരൻ, NP അവറാച്ചൻ, പ്രൊഫസർ TJ ഫിലിപ്പ്, തോമസ് മാളിയേക്കൽ, ടോം വർഗീസ് പരിയാടൻ, മോഹനദാസൻ, KK ജോഷി, MAC ഒക്കൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വളരെ വലിയ ഇന്ത്യയിലെ ഏറ്റവും അന്ത്യത്തിലുള്ള അവാർഡുകളിൽ പലതും ഇതിനോടകം തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2001 പത്മശ്രീ എന്നൊരു അവാർഡ് നേടി. ഇന്ത്യയിലെ അവാർഡുകളുടെ ക്രമമനുസരിച്ചാണെങ്കിൽ ഔന്നത്യത്തിൻ്റെ കാര്യത്തിൽ 4ാമത്തെ സ്ഥാനത്തുള്ള അവാർഡാണ് ഈ പത്മശ്രീ അവാർഡ്. അത് അദ്ദേഹം 2001 നേടിക്കഴിഞ്ഞതാണ്. അതിനുശേഷം അതിനേക്കാൾ അല്പം മുമ്പ് തൊട്ടടുത്ത സ്ഥാനത്തുള്ള 2019 പത്മഭൂഷൺ അവാർഡ് നേടി. അത് മാത്രമല്ല, 1992 2014 2017 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഇന്ത്യയിലെ ഒരു സിവിലിയന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ പരമോന്നതമായ സൈനിക പദവി, അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി അദ്ദേഹം നേടി കഴിഞ്ഞിട്ടുള്ളതാണ്. എത്ര വലിയ ന്യൂസ് ബ്യൂറോ, അങ്കമാലി.